അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ അതിനകത്ത് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ഇതിനകത്ത് എഴുതിക്കോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്, ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്, ഇത് എഴുതി വെക്കൂ. ഈ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഈ ചാപ്റ്റർ സിമ്പിളാ? ചാപ്റ്റർ സിമ്പിളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഉണ്ട്. ഇതിനകത്ത് പരീക്ഷയ്ക്ക് പലപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ഇതിന്ന് ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 1-2 കാറ്റഗറി ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം. വരുന്നത് പോലെ ഇരിക്കും. ചാപ്റ്ററിൽ ഭയങ്കര സിമ്പിളാന്ന് പറയാവുന്നൊരു ചാപ്റ്റർ അല്ല. കുറച്ച് ഒരു ചില ക്വസ്റ്റ്യനുകൾ പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് 1-2 ഒക്കെ മാർക്ക് കിട്ടാവുന്ന, ഇതിന്ന് പൊതുവേ ഒരു 6 മാർക്ക് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 6 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2-3 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തായില്ല. അപ്പം ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ റീസെൻ്റ് എത്ര മാർക്കിന് ചോദിച്ചു നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചു 2025 1 മാർക്ക്, 3 മാർക്ക്, 3, 4, 7 മാർക്ക്. കണ്ടില്ലേ? ഏറ്റവും റീസെൻ്റ് 7 മാർക്കിനാണ് ചോദിച്ചത്. പൊതുവേ ഒരു 5 മുതൽ 7 വരെ ചോദിക്കാം. ചിലപ്പോൾ 6 ചോദിക്കാം, ചിലപ്പോൾ 7 ചോദിക്കാം. പിന്നെ 24 1, 3, 3, 4, 7. കണ്ടില്ലേ? 7 മാർക്ക്. പിന്നെ ഇവിടെ 3, 2, 5 മാർക്കിനാണ് ചോദിച്ചത് 2023. 2024 2025 7 മാർക്കിന് ചോദിച്ചു. അപ്പോൾ 5, 7, 6 ആ ഒരു റേഞ്ചിലാണ് ജനറലി പറയുകയാണെങ്കിൽ ഒരു 6 മാർക്കിന് എന്തായാലും ചോദിക്കും. 5 എന്തായാലും ചോദിക്കും. 5 നിങ്ങൾക്ക് 2, 3 കാരണം ഈ ചാപ്റ്റർ ഒന്നും അതിനകത്ത് പലരും എന്ത് ചെയ്യാറില്ല, അതിനകത്ത് നോക്കാറ് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സിമ്പിളായിട്ടുള്ള 2 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആരോ ജോയിൻ ആവാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യനെ എല്ലാവർക്കും അതിനകത്ത് സെറ്റായോ? ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² - 4x + 6 ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അത് ചെയ്യാൻ എങ്ങനെ ഉണ്ട്? എളുപ്പമാണെങ്കിൽ ലൈക്ക് അടിക്കൂ, എളുപ്പമല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. എങ്കിൽ എന്നാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ഞാനത് റിവിഷൻ വരുന്ന സമയത്ത് ഞാനത് വേറെ ക്ലാസ്സിൽ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻക്രീസിങ് ആണ്. അതായത് ഒരു സർക്കിളിൻ്റെ വട്ടം, സർക്കിൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ വട്ടം ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ 5 സെൻറ്റിമീറ്ററാണ് വലുതാവുന്നത്. അപ്പോൾ ആദ്യം 5 സെൻറ്റിമീറ്ററാന്ന് വിചാരിച്ചോളൂ. അടുത്ത സെക്കൻഡിൽ അതെന്താവും? 5 സെൻറ്റിമീറ്ററോട് കൂടിയിട്ട് 10 സെൻറ്റിമീറ്ററാവും. അടുത്ത സെക്കൻഡിൽ അതെന്താവും? അതിൻ്റെ വട്ടം 15 സെൻറ്റിമീറ്ററാവും. അടുത്ത സെക്കൻഡിൽ എന്താവും? വീണ്ടും 5 കൂടെ. അതായത് ഒരു സെക്കൻഡിൽ 5 സെൻറ്റിമീറ്റർ വെച്ച് അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വരികയാണ്. അത് വലിയ വലിയ വട്ടായി മാറുകയാണ്. അപ്പം ഫസ്റ്റത്തെ പറഞ്ഞ കാര്യം മനസ്സിലായോ? റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ/സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ആദ്യം അതിൻ്റെ വട്ടം 5 വിചാരിച്ചു. അടുത്ത സെക്കൻഡിൽ അതെന്താവും? വലിയ വട്ടവും 10 ആവും. അടുത്ത സെക്കൻഡിൽ അത് 15 സെൻറ്റിമീറ്റർ ആവും അതിൻ്റെ റേഡിയസ്. അപ്പോൾ ആദ്യം റേഡിയസ് 5, പിന്നെ റേഡിയസ് 10, പിന്നെ റേഡിയസ് 15. അങ്ങനെ റേഡിയസ് കൂടിക്കൂടി വരുന്നതിനെയാണ് നമ്മൾ അതാണ് ഫസ്റ്റത്തെ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവും. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ/സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 5 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ എന്താവുകയാണ്? അത് വലുതായി വരികയാണ്. ഇനി അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും വലുതാവും? അപ്പോൾ ഏരിയ എന്ത് ചേഞ്ചാണ് വരിക? നമുക്കറിയാം റേഡിയസ് എത്രയായിരുന്നു? 5 ആയിരുന്നു. പിന്നെ റേഡിയസ് എന്തായി? 10 ആയി. പിന്നെ റേഡിയസ് എന്തായി? 15 ആയി. അപ്പോൾ ഏരിയയിൽ എന്ത് മാറ്റം വരിക? ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം ഏരിയയിൽ എന്ത് മാറ്റം വരിക? അപ്പോൾ ആദ്യത്തെ ഏരിയയും രണ്ടാമത്തെ ഏരിയയും തമ്മിൽ എത്ര മാറ്റം വന്നിട്ടുണ്ടാവും? ഈ മൂന്നാമത്തെ ഏരിയയും അതിനകത്ത് ഫസ്റ്റത്തെ ഏരിയയും തമ്മിൽ എന്ത് മാറ്റം വന്നത്? ഏരിയയിൽ എത്ര മാറ്റമാണ് ഒരു സെക്കൻഡിൽ വരുന്നത്? ഒരു സെക്കൻഡിൽ ഏരിയയിൽ തൊട്ട് മുന്നുള്ള ഏരിയ ആയിട്ട് നോക്കുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര മാറ്റമാണ് അതിൻ്റെ ഏരിയയിൽ വരുന്നത് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ചോദ്യം മനസ്സിലായെങ്കിൽ അതിനകത്ത് ആരോ ജോയിൻ ആവും. ചോദ്യം മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇത് സ്ക്രീൻ കാണുന്നില്ലേ? ചോദ്യം മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പം ചോദ്യം ഇതാണ്. ഒരു വട്ടം എന്താണ്? ചെറിയ വട്ടമായിരുന്നു ആദ്യം, പിന്നെ വലിയ വട്ടമായി 5 സെൻറ്റിമീറ്റർ കൂടി ഒരു സെക്കൻഡിൽ. പിന്നെ അടുത്ത സെക്കൻഡിലായപ്പോൾ വീണ്ടും അതിനേക്കാളും 5 സെൻറ്റിമീറ്റർ കൂടി.
പിന്നെ അടുത്ത സെക്കൻഡിൽ വീണ്ടും വലിയ വട്ടമായി. അങ്ങനെ വട്ടം വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. അങ്ങനെയെങ്കിൽ ഏരിയ എത്രമാത്രം വലുതാവും? വട്ടം 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ വച്ച് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയിൽ വരുന്ന മാറ്റം എത്രയാണെന്ന് കാണാം. അപ്പോൾ അതാണ് ചോദ്യം. ചോദ്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. വട്ടം വലുതാവുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ റേറ്റ് കാണാൻ മറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഏരിയ എത്ര വെച്ചിട്ടാണ് മാറുക? റേഡിയസ് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അടുത്ത റേഡിയസ് എന്താവും? 5 കൂടി 13 സെൻറ്റിമീറ്റർ ആവും. അടുത്ത റേഡിയസ് എന്താവും? വീണ്ടും 5 കൂടും 18 സെൻറ്റിമീറ്റർ ആവും. അടുത്ത റേഡിയസ് എന്താവും? 5 കൂടും 23 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ആദ്യത്തെ ഏരിയ എന്താ? πr സ്ക്വയർ ആണ്. അടുത്ത ഏരിയ എന്താ? അതിൻ്റെ റേഡിയസ് πr സ്ക്വയർ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റേഡിയസ് മൈനസ് ആദ്യത്തെ ഏരിയ. ആദ്യത്തെ എത്ര ഏരിയ ഉണ്ടായിരുന്നു? പിന്നെ ഇപ്പോൾ പുതിയ ഏരിയ എത്രയാണ്? അപ്പോൾ ചേഞ്ച്, ആ വ്യത്യാസം എത്രയാണ്? അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് എന്ന് പറയുന്നത്, ഏരിയൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. ഇങ്ങനെ ചോദിച്ചാൽ ഒരു വട്ടം ഇങ്ങനെ കൂടുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഏരിയ എത്ര വെച്ചിട്ടാണ് കൂടുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്ക് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏരിയയിലെ ചേഞ്ചിന് ഏരിയ എന്നുള്ളതിന് എന്താണ് ലെറ്റർ? എ എന്നാണ്. അതിൻ്റെ റേറ്റ് ചോദിച്ചാൽ d/dt ആണ് ചോദ്യം. ഏരിയൻ്റെ എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ d/dt ആണ്. അപ്പോൾ ഏരിയയിലെ റേറ്റ് എന്ത്? ഏരിയ മാറുന്നതിൻ്റെ റേറ്റ് എന്താണ്? ഏരിയയിലെ ചേഞ്ച് എന്താണ്? അപ്പോൾ നമ്മൾ ഏരിയ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഏരിയ എന്താണെന്നറിയോ? πr സ്ക്വയർ ആണ്. d/dt ഓഫ് ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ π ഇൻറ്റു സർക്കിളിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഏരിയയിലെ മാറ്റം ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, dA/dt. ഏരിയ എന്ന് പറഞ്ഞാൽ πr സ്ക്വയർ ആണ്. അപ്പോൾ d/dt πr സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് dA/dt. ഏരിയയിലെ മാറ്റമാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഏരിയയിലെ മാറ്റം എന്താ? ഏരിയയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയക്ക് അതിൻ്റെ ഇത് കൊടുക്കുക, πr സ്ക്വയർ എന്നാണ് ഏരിയ. പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, 3.1 ഒരു നമ്പറാണ്. പൈനെ പുറത്താക്കാം. ആരുടെ ചേഞ്ച് എടുക്കണം? റേഡിയസിൻ്റെ സ്ക്വയർ. അപ്പം നോക്കുക, മിസ്മാച്ച് ഉണ്ട്. ഇവിടെ ടി ആണ്, ഇവിടെ ആറാണ്. നമ്പറുകൾ മിസ്മാച്ച് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യുക? അപ്പോൾ ഈസിക്കൽ ടു ഇവിടെ പൈ എഴുതുക. പൈ ഇവിടെ ഉണ്ടല്ലോ. ആർ സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2r ആണ്. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? മിസ്മാച്ച് വന്നാൽ ഇൻറ്റു dr/dt ചെയ്യണം. ഇൻറ്റു dr/dt. അപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. ഏരിയയിലെ ചേഞ്ച് എന്താണെന്നറിയോ? ഏരിയയിലെ ചേഞ്ച് 2πr ഇൻറ്റു dr/dt ആണ്. ഏരിയയിലെ ചേഞ്ച് എന്താ ഇക്വേഷൻ? 2πr ഇൻറ്റു dr/dt ആണ്. അപ്പോൾ ഏരിയയിലെ ചേഞ്ച്, ഒരു വട്ടം വലുതാവുന്നുണ്ട്. അപ്പോൾ ഏരിയ എന്ത് ചേഞ്ച് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2π ഇൻറ്റു റേഡിയസ് ഇൻറ്റു ആ വട്ടം വലുതാവുന്നതിൻ്റെ എത്ര അതിൻ്റെ ചേഞ്ച് തന്നിട്ടുണ്ടാവും, അത് ഗുണിക്കാം. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ, 2 ഇൻറ്റു പൈക്കൊരു വാല്യൂ ഉണ്ട് 3.14. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. ഇനി റേഡിയസ് വലുതാവുന്നത് എത്ര വെച്ചിട്ടാണെന്നും തന്നിട്ടുണ്ട്. ഇതാ റേഡിയസ് വട്ടം വലുതാവുന്നത് ഒരു സെക്കൻഡിൽ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, അതാണ് വട്ടം റേഡിയസിൽ വരുന്ന മാറ്റം. അതിൻ്റെ വട്ടത്തിൽ വരുന്ന മാറ്റം അവർ പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ ആണ് കൂടുന്നതെന്ന്. ഏരിയയിൽ എന്ത് മാറ്റം എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിങ്ങനെയാണ് കാണുക, 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന മാറ്റം. അപ്പം 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയയിൽ വരുന്ന മാറ്റം എന്താണ്? ഏരിയയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന മാറ്റം. അപ്പോൾ നമുക്ക് കൊടുക്കാം 2 ഇൻറ്റു പൈൻ്റെ വില എന്താണെന്നറിയോ? 3.14. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 8. വട്ടത്തിൽ വരുന്ന മാറ്റം പറഞ്ഞിട്ടുണ്ട്, ഒരു സെക്കൻഡിൽ 5 സെൻറ്റിമീറ്റർ ആണ് വട്ടം വലുതാവുന്നത്. അപ്പോൾ വട്ടത്തിൽ വരുന്ന മാറ്റം 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഇതെല്ലാം കൂടി ചെയ്താൽ 2 3.2 ഇട്ട് 16. അപ്പോൾ 16 ഇൻറ്റു 2 8 കൂടി ഗുണിക്കുക ആദ്യം, പിന്നെ 3.4 ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗുണിക്കുക, പ്രശ്നമില്ല. പിന്നെ 5
അപ്പോൾ 16 5 എത്രയെന്നറിയാം? 90. 90 ഇൻറ്റു 3.14 എന്ന് വരും. അപ്പം 9 ഇൻറ്റു 31.4 എന്ന് വരും. അപ്പോൾ അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നേരെ അത് ഗുണിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും എന്നറിയോ? 9 4 36 6 ബാക്കി 3, 9 1 9 3 12 2 ബാക്കി 1, 9 3 27 28. അപ്പം 282.6 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഏരിയയിൽ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നുകൊണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടൈം അടിയിൽ വരും, സെക്കൻഡ് വരും. അപ്പോൾ ഏരിയയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയറും ടൈം സെക്കൻഡുമാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ഏരിയയിലെ ചേഞ്ച്. അപ്പം നിങ്ങൾ ഏരിയയിലെ ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി സിമ്പിളാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം. ഏരിയയിലെ ചേഞ്ച് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഏരിയയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏരിയക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇത് കിട്ടും 2πr ഇൻറ്റു dr/dt. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി. ഏരിയയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2π ഇൻറ്റു റേഡിയസ് ഇൻറ്റു വട്ടത്തിൽ വരുന്ന ചേഞ്ച്. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഏരിയയിൽ വരുന്ന ചേഞ്ച് ചോദിച്ചാൽ എന്തൊക്കെ ചെയ്യണം? ഇക്വേഷൻ 2πr ഇൻറ്റു dr/dt അതങ്ങ് പഠിച്ചു വെക്കണം. എന്നിട്ട് വാല്യൂസ് കൊടുക്കണം. ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഏരിയയിൽ വരുന്ന ചേഞ്ചടാ, ഏരിയയിൽ വരുന്ന ചേഞ്ച് എന്ന് ചോദിച്ചാലേ 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന ചേഞ്ച്. വളരെ സിമ്പിൾ. ഇനി വാല്യൂസ് കൊടുക്കൂ. 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ എന്താണെന്നറിയോ? 3.14. റേഡിയസ് എത്ര നമ്മൾ തന്നിക്കുന്നത്? റേഡിയസ് 8 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ. വട്ടത്തിൽ വരുന്ന മാറ്റം, വട്ടം എത്ര വലുതാവുന്നത്? 5 സെൻറ്റിമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ വലുതാവുന്നത്. വട്ടത്തിൻ്റെ മാറ്റം 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിക്കാം. 2 ഇൻറ്റു 3.14 അപ്പോൾ എത്ര വരും? 8 8ഉം 4ൻ്റെ ഇരട്ടി 8, 2 1 2. അപ്പം 6.28 എന്ന് വരും. 3.41 2 ഗുണിച്ചാൽ ഇൻറ്റു 8 ഇൻറ്റു 5. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. അടിയിൽ ഒരു സെക്കൻഡും ഉണ്ട്. അപ്പോൾ യൂണിറ്റും ആയി. ഇനി ഇതിനെ ഗുണിച്ചാൽ മതി. 6.28 ഇൻറ്റു 8 5 എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ 6.28 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും 62. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ വരും 62. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 62.8 ഇൻറ്റു 4 എന്ന് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഫൈനലി യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ എഴുതി വെക്കുക. 62.8 4 ഗുണിച്ചാൽ എത്രയാ? 62.8 4 ഗുണിച്ചാൽ 62.8 ഇൻറ്റു 4 251.2. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക 251.2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ എഴുതി വെക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാം. ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഏരിയയിലെ ചേഞ്ച് ഇക്വേഷൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന ചേഞ്ച്. ഏരിയയിലെ ചേഞ്ച് എന്താണ്? 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ സിമ്പിളായിട്ട് 2 മാർക്ക് അടിക്കാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ആയിട്ടില്ല. ഓക്കെ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ലൈക്ക് അടിക്കൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഏരിയയിൽ വരുന്ന മാറ്റം എന്താണ്? ഒരു സർക്കിളിൻ്റെ വട്ടം വലുതാവുന്നുണ്ടെങ്കിൽ ഏരിയയിലെ മാറ്റം എന്താണ്? 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന മാറ്റം. 2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 3.14. റേഡിയസ് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. വട്ടത്തിൽ വരുന്ന മാറ്റം തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ വലുതാവുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിക്കുക. എല്ലാം കൂടി ഗുണിച്ചാൽ 251.2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. വളരെ സിമ്പിളാണ് അതിനകത്ത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതിനകത്ത് നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യനുകൾ
സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2025 നിങ്ങൾ എഴുതിയ സേ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ, എനിക്ക് തോന്നുന്നില്ല ആരും ഇത് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ചെയ്തിരുന്നോ ഇത്? ആരെങ്കിലും ചെയ്തിരുന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യൂ. ഒരു സർക്കിളിൻ്റെ വട്ടം വലുതാവുന്നത് പറഞ്ഞിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ഏരിയ വലുതാവുന്നത് എന്ത് റേറ്റ് ആണെന്നാണ്. ഏരിയ വലുതാവോ ചെറുതാവോ ഒക്കെ ചെയ്യാം. കൂടുകയാണ്. അപ്പോൾ ഏരിയ വലുതാവുന്ന റേറ്റ് എന്താണ്? ഇൻക്രീസിങ്. എന്താ? റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. 6 തന്നിട്ടുണ്ട്, 15 സെൻറ്റിമീറ്റർ. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇപ്പം ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് അടിക്കൂ. ഓക്കെ. ചെയ്യാൻ പറ്റാത്തവർ ആരും ഇല്ലല്ലോ? ഓക്കെ. ഇത് നിങ്ങളുടെ 2025 സേ എക്സാമിന് വന്നതാണ്. നിങ്ങൾ ഒരാൾ പോലും അതിനകത്ത് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇതെങ്ങനെ ചെയ്യുക എന്ന് അറിയില്ല. ആദ്യം ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കണം. ഒരു സർക്കിളിൻ്റെ വട്ടം എന്താണ്? വലുതാവുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെയാണ്, എത്ര റേറ്റിലാണ് വലുതാവുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷന്? ഏരിയ വലുതാവുന്ന റേറ്റാണ് ചോദിച്ചത്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ വലുതാവുക. ഏരിയ വലുതാവുന്നതിൻ്റെ റേറ്റ് എങ്ങനെയാണ്? 2πr ഇൻറ്റു വട്ടം വലുതാവുന്നതിൻ്റെ റേറ്റ്. അപ്പം വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരും എഴുതി എന്ന്. അപ്പോൾ എന്തായാലും എഴുതിയോ നിങ്ങൾ? അപ്പം ഒരു സർക്കിളിൻ്റെ വട്ടം വലുതാവുന്ന റേറ്റ് അവിടെ തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു സർക്കിളിൻ്റെ വട്ടം വലുതാവുന്ന റേറ്റ് തന്നിട്ടുണ്ട്. വട്ടം വലുതാവുന്ന റേറ്റ് എത്രയാ? 3 സെൻറ്റിമീറ്ററാണ് വലുതാവുന്നത്. മനസ്സിലായോ? വട്ടം വലുതാവുന്നത് 3 സെൻറ്റിമീറ്റർ. അപ്പം വട്ടം ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ വെച്ച് വലുതാവുകയാണ്. അങ്ങനെയെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഏരിയ എത്ര വെച്ചാൽ വലുതാവുക? ആദ്യമുള്ള ഏരിയ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ഏരിയ എത്ര വ്യത്യാസം വന്നിട്ടുണ്ടാവും? ഏരിയയിലെ ചേഞ്ച് എന്താണ്? അതാണ് കാണേണ്ടത്. അപ്പോൾ ഏരിയയിലെ ചേഞ്ച് എങ്ങനെയാണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഒരു സർക്കിളിൻ്റെ വട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വെച്ചാൽ കൂടുന്നത്? ഒരു സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം ചെറിയ സർക്കിളായിരുന്നു. ആദ്യം ഒരു എത്രയാണ്? 15 സെൻറ്റിമീറ്ററാണ്. ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്ത സെക്കൻഡിൽ അത് എത്രയാവും? 3 വെച്ചാണ് കൂടുന്നത് ഓരോ സെക്കൻഡിലും. അപ്പോൾ അടുത്ത സെക്കൻഡിൽ അത് 18 സെൻറ്റിമീറ്റർ ആവും റേഡിയസ്, സെൻറ്റർ എന്നുള്ള ദൂരം. അടുത്ത സെക്കൻഡിൽ അത് എത്രയാവുന്നുണ്ട്? 21 സെൻറ്റിമീറ്റർ ആവുന്നുണ്ട്. അതായത് റേഡിയസ് വട്ടം വലുതാവുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട്. അപ്പോൾ അടുത്ത സെക്കൻഡിൽ അത് 21 3 എത്രയാവും? 24 ആവും. തുടക്കത്തിൽ 15 തന്നിട്ടുണ്ട് ആദ്യമുള്ള ശരിക്കുള്ള വട്ടം. അങ്ങനെയെങ്കിൽ ഏരിയ എങ്ങനെയാണ് കാണുക? അപ്പോൾ ഏരിയ എങ്ങനെയാണ് വലുതാക്കുക? ഏരിയേൻ്റെ റേറ്റ് എങ്ങനെയാണ് കാണുക? ഏരിയേൻ്റെ റേറ്റിൻ്റെ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 2πr ഇൻറ്റു വട്ടം വലുതാകുന്നതിൻ്റെ റേറ്റ്. അപ്പം ഏരിയ വലുതാവുന്നതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ വലുതാവുന്നതിൻ്റെ റേറ്റ് 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ എന്താ? 3.14. റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? ശരിക്കുള്ള വട്ടം 15 സെൻറ്റിമീറ്റർ. ഇൻറ്റു വട്ടം വലുതാവുന്നത് എങ്ങനെ വെച്ചിട്ടാ? ഒരു സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ. അപ്പം 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് വലുതാവുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 3.14 ഇൻറ്റു 15 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് കിട്ടുക 6.28 ഇൻറ്റു 15 3 എന്ന് പറഞ്ഞാൽ 45. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ എന്ത് വരും? സെൻറ്റിമീറ്ററും ഉണ്ട് ഇവിടെ. സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അടിയിലൊരു സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഏരിയ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ഇവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നതെങ്കിൽ ഏരിയേൻ്റെ റേറ്റ് എന്താ വരിക? സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ്. യൂണിറ്റ് കൂടി എഴുതി വെക്കുക. അപ്പോൾ ഇതിനെ ഗുണിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. ഏരിയ ചേഞ്ച് ആവുന്നതിൻ്റെ റേറ്റ് മനസ്സിലായി, ചെയ്ത് ഇത് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. നിങ്ങൾ ചെയ്ത് നോക്കിയിരുന്നോ? ഓക്കെ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരാൾ പോലും അറ്റൻഡ് പോലും ചെയ്യൂല. വളരെ സിമ്പിളാണ്. ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഒരു വട്ടം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 3 സെൻറ്റിമീറ്റർ വെച്ചാണ് ഒരു സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ വട്ടം വലുതാവുകയാണ്. അങ്ങനെയെങ്കിൽ ഏരിയയുടെ ചോദിച്ചാൽ നിങ്ങൾ 2 ഇൻറ്റു പൈ ഇൻറ്റു വട്ടം 15 ഇൻറ്റു വട്ടം വലുതാവുന്ന റേറ്റ് 3. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ അറിയണം. 2π ഇൻറ്റു ഇവിടെ തന്നത് 15 ഇൻറ്റു ഇവിടെ തന്ന മറ്റേ വാല്യൂ 3. ഇത് ഗുണിക്കുക, അത്ര ഉണ്ടായിരുന്നു.
ഇവിടെ തന്ന ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യുക, ഗുണിക്കുക. 15ഉം 3ഉം ഗുണിക്കുക. എത്രയാ? 45. ആ 45നെ 2π കൊണ്ട് ഗുണിക്കുക. 2π × 45. അപ്പോൾ എത്രയാ? 90 π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാലും മതിയായിരുന്നു. വളരെ സിമ്പിളാണ്. ഇവിടെ തന്ന രണ്ട് വാല്യൂസ് എന്ത് ചെയ്യുക, ഗുണിക്കുക. 15ഉം 3ഉം എത്രയാ? 45. എന്നിട്ട് ഇൻറ്റു 2π എന്ന് എഴുതുക. അപ്പോൾ 45 2 90. 90 π ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ആൻസർ സെറ്റ്. വളരെ സിമ്പിൾ അല്ലേ? 2 മാർക്ക് ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പം ഇതിനകത്ത് അഖിൽ എന്താണ് ലൈക്ക് അടിക്കാത്തത്? അഖിലിന് ഇത് മനസ്സിലായോ? എന്താ ചോദ്യം എന്ന്? ലേറ്റായി വരരുത് ക്ലാസ്സിൽ. എന്താണ് മനസ്സിലായത്? അത് ഞാൻ മനസ്സിലായതാ, അത് ലൈക്ക് അടിക്കാൻ മനസ്സിലായോ എന്ന് പറഞ്ഞു തന്നാൽ എന്താണ് ഇത് ചെയ്യാന്? ആ ഇതിൻ്റെ ആൻസർ എന്താ ഞാൻ പറഞ്ഞത്? കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഈ 8ഉം ഈ 5ഉം തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ എത്രയായി? 40. അതിനെ 2π കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയായി? 80 π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതൊക്കെ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇത്രയല്ലേ ഉള്ളൂ ഇതിനകത്ത്, ഇത്രയല്ലേ ഉള്ളൂ. ഈ ഇവിടെ തന്ന രണ്ട് വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. 8ഉം 5ഉം 40. 8 5 40. ആ 40നെ 2π കൊണ്ട് ഗുണിക്കുക. അപ്പം 40ൻ്റെ ഇരട്ടി എത്രയായി? 80 π എന്ന് കിട്ടും. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കണം. ഇത്രയും സിമ്പിൾ അല്ലേ? അതിനകത്താണെങ്കിൽ ലൈക്ക് അടിച്ചേ. അപ്പോൾ എൻ്റെ ഇക്വേഷൻ കൂടെ എഴുതി വെക്കണം. ഇക്വേഷൻ ഇതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതി വെക്കണം? 2π × r × dr/dt എന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇവിടെ തന്ന രണ്ട് വാല്യൂസ് ഗുണിക്കുക. 8ഉം 5ഉം ഗുണിക്കുക. ഇൻറ്റു 2π അടിക്കുക. അപ്പം 40 × 2 × π 90 π എന്ന് വരും. അവസാനം ഏരിയയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 2 മാർക്ക് 3 മാർക്ക്. ഓക്കോട് എന്തിനാ ഇതിന് 3 മാർക്ക് കൊടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 മാർക്ക് ഇതല്ല. ഇവിടെ ഡിഫറൻസിയേഷൻ ഫുള്ള് ഒരു പേജ് ചെയ്തിട്ട് 2 മാർക്കാണ്. തോന്നിയ പോലെയാണ് ഈ എക്സാമൊക്കെ. 3 മാർക്കാണ് ഇത്ര എഴുതിന്. ഇത് റേഡിയസ് ആട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യനുകൾ ഓക്കെ ആണോ? ഇതിനകത്ത് റേഡിയസിൻ്റെ ഇതും അതേപോലുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതൊരു ക്യൂബാണ്, വട്ടമല്ല. ഇതെന്താണ്? ഒരു ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ എഡ്ജ് വലുതാവുകയാണ്. ഇതൊരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനമാണല്ലോ. 4 എന്തുണ്ടാവും? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂബാണ്. ഓക്കെ, നമുക്കൊരു ക്യൂബ് വരയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒരു ക്യൂബ് വരച്ചല്ലോ, സെറ്റ്. ദെൻ ഇനി എന്താ സംഭവിക്കുക? ഈ ക്യൂബിൻ്റെ വക്ക് എന്താവുകയാണ്? വലുതാവുകയാണ്. ഈ ക്യൂബ് ഇങ്ങനെ വലുതാവുകയാണ്. അടുത്ത സമയമാകുമ്പോഴത്തേന് ഈ ക്യൂബിൻ്റെ വട്ടം വലിപ്പം എഡ്ജ് വലുതാവുകയാണ്. അതായത് അതിൻ്റെ ആദ്യ എഡ്ജ് ഇതാണെങ്കിൽ പിന്നെ അതിൻ്റെ എഡ്ജ് ഇങ്ങനെയാവും, പിന്നെ അതിൻ്റെ എഡ്ജ് ഇങ്ങനെയാവും. അതായത് അപ്പോൾ ക്യൂബ് അതിനകത്ത് ഭയങ്കരമായിട്ട് എഡ്ജ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എഡ്ജ് വക്ക് വലുതായി വരികയാണ്. അത് എത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ് വെച്ചാണ് കൂടുന്നത് ഒരു സെക്കൻഡിൽ. അപ്പോൾ ആദ്യം എഡ്ജ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എഡ്ജ് കൂടും, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ക്യൂബിൻ്റെ സൈഡ് ഇങ്ങനെയായിരുന്നു. അടുത്ത സെക്കൻഡിൽ അത് എല്ലാ സൈഡിലും എന്ത് ചെയ്യുന്നത്? 4 കൂടും. അപ്പം എഡ്ജ് അങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ വെച്ച് കൂടുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വോളിയം എത്ര വെച്ചിട്ടായിരിക്കും കൂടുക? മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇതിനകത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്തെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നമുക്കൊരു എന്ത് ചെയ്യാം? നമുക്കൊരു ക്യൂബ് വരയ്ക്കാം. ആദ്യത്തെ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീളമാണ്. ഈ നീളം, ഓരോ എഡ്ജിൻ്റെ നീളം. ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്. ഇതിനകത്ത് ഇവിടെ എഡ്ജുകളുണ്ട്. അപ്പം നീളം, വീതി, അങ്ങോട്ട് ഇതും എഡ്ജാണ്. അപ്പോൾ ഈ എഡ്ജുകളൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് അറിയാം? അടുത്ത സമയമാകുമ്പോഴേക്ക് ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ കൂടും. ആദ്യം എത്രയാണെന്നറിയാം? 20 സെൻറ്റിമീറ്ററാണ് ആദ്യം. അപ്പോൾ അടുത്തതിൽ 24 ആവും. ഇങ്ങോട്ടും 24 ആവും. ഇങ്ങോട്ടും എന്താവും? 24 ആവും.
ഇങ്ങോട്ട് 24 ആവും. മൊത്തത്തിൽ 24 കൂടുകയാണ്. 20 ഉള്ളത് ഇപ്പോൾ എന്തായി 24ആയി. അപ്പോൾ അടുത്ത എഡ്ജൊക്കെ എന്തായിട്ടുണ്ട്, ഇപ്പം ഇവിടെ ഇനി വട്ടം വരയ്ക്കുമ്പോൾ 24ൻ്റെ വട്ടം വരയ്ക്കണം. 24ൻ്റെ ക്യൂബായി. എല്ലായിടത്തും 4ആയി അടുത്ത സെക്കൻഡിൽ. അടുത്ത സെക്കൻഡിൽ 24 എന്താവും അറിയോ, 28 ആവും. അപ്പോൾ എല്ലായിടത്തേക്കും എന്ത് ചെയ്യും, 28ആയി. അപ്പം 28ൻ്റെ ക്യൂബാണ് പിന്നെ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വോളിയം മാറും, അതിൽ കൊള്ളാവുന്ന വെള്ളം വോളിയം മാറി. ആ വോളിയം എങ്ങനെ മാറുന്ന ചോദ്യം. വക്ക് എഡ്ജ് എന്ത് ചെയ്യാണ്, 4 സെൻറ്റിമീറ്റർ വെച്ച് കൂടുകയാണെങ്കിൽ വോളിയം എത്ര വെച്ച് കൂടും? അപ്പം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. വക്ക് 4 സെൻറ്റിമീറ്റർ വെച്ച് കൂടുമ്പം അതിൽ കൊള്ളാവുന്ന വെള്ളം കൂടുമല്ലോ. നമുക്കറിയാം ഇതിൽ കൊള്ളുന്ന വെള്ളം ഒരുപാട് കൊള്ളും, ഇതിൽ അത്ര കൊള്ളൂല, ഇതിൽ അത്ര കൊള്ളൂല. അപ്പോൾ വക്ക് ഓരോ സമയത്ത് അതിൻ്റെ വക്ക് എന്താണ്, ആദ്യം ഇത്ര വക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയും വക്കായി. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ പെട്ടീൻ്റെ വോളിയം കൂടും. ആ വേറെ പെട്ടിയുടെ ചട്ടയുടെ വലിപ്പം കൂടുന്തോറും എൻ്റെ ബോക്സിൻ്റെ വലിപ്പം കൂടൂലേ. അപ്പം അത് എത്ര വെച്ച് കൂടും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. വോളിയത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിൻ്റെ കേസിൽ വോളിയത്തിൽ വരുന്ന ചേഞ്ച് എന്താണെന്നറിയോ, 3 ഇൻറ്റു വക്കിൻ്റെ സ്ക്വയർ ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം. 3a² ഇൻറ്റു dA/dt. അപ്പോൾ 3 ഇൻറ്റു ഒരു വക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ എടുക്കണം. ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം ഇവിടെ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ, 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്കിവിടെ ഗുണിച്ച് കഴിഞ്ഞാൽ 20 20 400, 400ഉം 3 ഇൻറ്റു 20 20 എന്ന് പറഞ്ഞാൽ 400, 400 ഇൻറ്റു 4. അപ്പം 400 4 4 16, 1600ഉം 3ഉം ഇൻറ്റു എത്ര വരും എന്നറിയോ, സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ. വോളിയത്തിലാവുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് വരിക. അപ്പം 3 16 48, 4800 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് ഇതിൻ്റെ വോളിയത്തിൽ വരുന്ന ചേഞ്ച്. ഇത് അതിനകത്ത് ഇതും അതുപോലെ കാണാതെ പഠിക്കുന്നതാണ്. ഒരു ക്യൂബിൻ്റെ വോളിയത്തിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണെന്നറിയോ, ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബിൻ്റെ വോളിയം എന്താണെന്നറിയോ, V = a³ എന്നാണ്. അപ്പോൾ രണ്ട് സൈഡിലും ചേഞ്ച് കാണാം. വോളിയത്തിൽ വരുന്ന ചേഞ്ച് എന്താണ്, a³ വരുന്ന ചേഞ്ചാണ്. a³ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് കാണുക, a³ എന്ന് പറഞ്ഞാൽ x³ ഡെറിവേറ്റീവ് എന്താണെന്നറിയോ, ആ 3 ഇങ്ങോട്ട് കൂടെ ഇറക്കിയിട്ട് മേലെ ഒന്ന് കുറയ്ക്കുക, 3x² ആണ്. x³ ഡെറിവേറ്റീവ് എന്താണ്, 3x² ആണ്. അപ്പോൾ a³ ഡെറിവേറ്റീവ് എന്താ, 3a² എന്നാണ് വരിക. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഇവിടെ മിസ്മാച്ച് ഉണ്ട്, ഇവിടെ t ആണ്, ഇവിടെ a ആണ്. അപ്പോൾ ഇൻറ്റു dA/dt ചെയ്യണം. 3a² ഇൻറ്റു dA/dt. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക 3a² ഇൻറ്റു dA/dt ആണ്. അതാണ് വോളിയത്തിലെ ചേഞ്ച്. അപ്പം ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഇതിനകത്ത് ഇത് മനസ്സിലാക്കിയാൽ മതി. വോളിയം എന്ന് പറഞ്ഞാൽ a³ ആണ്. അതുകൊണ്ട് വോളിയത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 3a² ഇൻറ്റു dA/dt ആണ്. അപ്പം നിങ്ങൾ വോളിയത്തിൽ വരുന്ന ചേഞ്ചാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം. വോളിയം എന്ന് പറഞ്ഞാൽ a³ ആണല്ലോ. അപ്പോൾ വോളിയത്തിൽ വരുന്ന ചേഞ്ച് എന്താ, വോളിയത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 3a² ഇൻറ്റു വക്കിൽ വരുന്ന ചേഞ്ച് dA/dt. ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഇൻക്രീസിങ്. ക്യൂബിൻ്റെ എഡ്ജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയും. എഡ്ജ് 4 സെൻറ്റിമീറ്റർ വെച്ച് വലുതാവുകയാണ്. എഡ്ജ് അതിൻ്റെ വക്ക്, ആ പെട്ടിൻ്റെ ഓരോ വക്കും 4 സെൻറ്റിമീറ്റർ വെച്ച് വലുതാവുകയാണ്. അപ്പോൾ വോളിയം എങ്ങനെ, അതിലേക്ക് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നിങ്ങൾ പറയേണ്ടത് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. വോളിയത്തിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 3a² ഇൻറ്റു വക്കിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ നമുക്കറിയാം 3 ഇൻറ്റു ഒരു വക്കിൻ്റെ നീളം തന്നിട്ടുണ്ടാവും 20 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇൻറ്റു വക്കിൽ വരുന്ന ചേഞ്ച് അവിടെ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ വരും, 3 ഇൻറ്റു വക്കിൻ്റെ സ്ക്വയർ 400, 20ൻ്റെ സ്ക്വയർ 400 ആണ്, ഇൻറ്റു 4. അപ്പോൾ 4 4 16, 1600ഉം 3ഉം 16, 4800 എന്ന് കിട്ടും. വോളിയത്തിൽ ആയതുകൊണ്ട് വോളിയത്തിനെ ക്യൂബ് എന്നാണ് പറയുക. സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, a³ അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് വോളിയത്തിൽ വരുന്ന മാറ്റം. ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ സിമ്പിളായിട്ട് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതും 2 മാർക്കിനകത്ത് ഇനി നിങ്ങളെ പബ്ലിക് എക്സാം ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വോള്യത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കൂ. ക്യൂബിൻ്റെ കേസിലാണെങ്കിൽ വോള്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബാണ്. അങ്ങനെയെങ്കിൽ വോള്യത്തിൽ വരുന്ന മാറ്റം എന്താണ്? വോള്യത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 3a² ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം. ഇതങ്ങോട്ട് പഠിച്ചു വെക്കാം. അതായത് ക്യൂബിൻ്റെ എഡ്ജ് കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ 3 കൊണ്ട് ആ ക്യൂബിൻ്റെ എഡ്ജ് എന്താ തന്നത് നോക്കുക. 20 അല്ലേ? 3 ഇൻറ്റു ക്യൂബിൻ്റെ എഡ്ജ് 20 അപ്പോൾ ആ 20നെ എന്ത് ചെയ്യുക? സ്ക്വയർ എടുക്കുക. 20 ഇൻറ്റു 20 അടിക്കുക. ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വക്ക് കൂടുകയാണ് 4 cm/s. ആ വാല്യൂ എന്ത് ചെയ്യുക? അവിടെ എഴുതുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്ന വക്ക് നോക്കുക. വക്ക് എത്രയാ? എഡ്ജ് ഈസ് 20. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. 20 ഇൻറ്റു 20 എന്നിട്ട് ഇതേറ്റ് ഗുണിക്കുക. ഇൻറ്റു 4 ഇൻറ്റു 3. ഇതാണ് വോള്യത്തിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ സിമ്പിൾ ട്രിക്ക് ഇതാണ്. ഇവിടെ എഡ്ജ് എത്രയാണ് നോക്കുക. ഹൗ ഫാസ്റ്റ് ഇസ് ദ വോളിയം ഇൻക്രീസിങ് വെൻ ദ എഡ്ജ് ഈസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. എഡ്ജ് അതിൻ്റെ സ്ക്വയർ എടുക്കുക. എഡ്ജിൻ്റെ സ്ക്വയർ 20 ഇൻറ്റു 20. എന്നിട്ട് ഇവിടെ തന്ന മറ്റേ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ആയിട്ട് ഗുണിക്കുക. ഇൻറ്റു ഒരു 3 കൂടി ഫ്രണ്ടിൽ ഗുണിക്കണം. ഇത് എഴുതിയിട്ട് നിങ്ങൾ cm³/s എന്ന് എഴുതി. ആൻസറായി. അപ്പം വോളിയം കാണാൻ വളരെ സിമ്പിളാണ്. ഇവിടെ തന്ന 20 എടുക്കുക, എഡ്ജ് അതിൻ്റെ സ്ക്വയർ എടുക്കുക. 20 ഇൻറ്റു 20 ഇൻറ്റു ബാക്കി മറ്റേ ഇവിടെ തന്ന വേറെ ആകെ 2 വാല്യൂ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ എഡ്ജിൻ്റെ സ്ക്വയറും എടുക്കുക, മറ്റേതായിട്ട് ഗുണിക്കുക. ഇൻറ്റു ഒരു 3 ഇട്ട് കൊടുക്കുക. ഇനി വോളിയം ആയതുകൊണ്ട് cm³/s. ഇത്രയായാൽ അതിൻ്റെ ആയി. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയ മാർക്ക് കിട്ടില്ല. ഇങ്ങനെ എഴുതണം. വോളിയം ഈസ് ഈക്വൽ ടു എ ക്യൂബ്. വോളിയത്തിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3a² ആണ്. ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം dA/dt. അപ്പം 3 ഇൻറ്റു എഡ്ജ് എന്താണ്? 20 20 സെൻറ്റിമീറ്റർ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ വീണ്ടും 20 സെൻറ്റിമീറ്റർ ഗുണിക്കുക. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് അതായിട്ട് തന്നെ ഗുണിക്കലാണ്. ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം 4 cm/s. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് വന്നു കഴിഞ്ഞാൽ 400 3 ഇൻറ്റു 400 വരും. 20 ഇൻറ്റു 20 ഇൻറ്റു 4 വരും. അപ്പം 3 ഇൻറ്റു 1600 എന്ന് വരും. അപ്പം 4800 cm³/s എന്ന് വരും. ഇത് ചെയ്താൽ 2 മാർക്ക് കിട്ടും. ഇത് ചെയ്യാൻ അറിയുമോ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ r ഈസ് ഈക്വൽ ടു 5 cm. ഇത് ചെയ്യാൻ അറിയുമെന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഇത് ചെയ്യാൻ അറിയുമെന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഇവിടെ എന്താണ്? ഏരിയ കാണാനാണ്. ഏരിയ കാണാനാണെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് കാണുക? ഏരിയ കാണുന്നത് ഇങ്ങനെയാണ്. dA/dt ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന മാറ്റം. വോളിയം ആണെങ്കിൽ എങ്ങനെയാണ്? ക്യൂബിൻ്റെ കേസാണ്. ക്യൂബിൻ്റെ കേസിലെ വോളിയം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? 3a² ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ ചോദ്യങ്ങൾ മനസ്സിലായി ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പം ഏരിയയിൽ സർക്കിളിൻ്റെ കേസിൽ സർക്കിളിൻ്റെ കേസിൽ ഏരിയയിൽ വരുന്ന മാറ്റം ചോദിച്ചാൽ ഇതാണ്. എഡ്ജിൻ്റെ കേസിൽ വോള്യത്തിൽ വരുന്ന മാറ്റം ചോദിച്ചാൽ വക്ക് തന്നിട്ട് എഡ്ജ് തന്നിട്ട് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അപ്പം ഇത് കഴിഞ്ഞ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സംഭവം ഒരു സർക്കിളിൻ്റെ റേഡിയസ് തന്നു 6 പക്ഷേ ആ വട്ടം വലുതാവണതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വട്ടം എത്ര വെച്ചാൽ വലുതാവണമെന്നൊന്നും തന്നിട്ടില്ല. വെറും റേഡിയസ് തന്നു, എന്നിട്ട് ഏരിയ ചോദിച്ചു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമുക്കറിയാമല്ലോ ഏരിയയിൽ വരുന്ന മാറ്റം എന്താണ്? ഏരിയയിൽ വരുന്ന മാറ്റം 2π ഇൻറ്റു r ഇൻറ്റു വക്കിൽ വരുന്ന മാറ്റം ഇൻറ്റു റേഡിയസിൽ വരുന്ന മാറ്റം 2πr ഇൻറ്റു dr/dt ഇൻറ്റു റേഡിയസിൽ വരുന്ന മാറ്റം. ഇതാണ് സർക്കിളിൻ്റെ കന. പക്ഷേ ഇവിടെ ഈ റേഡിയസിൽ വരുന്ന മാറ്റം ഒന്നും ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ആകെ ഒരു വാല്യൂ ഉള്ളൂ. സാധാരണ 2 വാല്യൂ തരാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വാല്യൂ തന്ന കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഏരിയ ചോദിച്ചത്. ഇത് ക്വസ്റ്റ്യൻ വ്യത്യാസം മനസ്സിലായോ? സാധാരണ 2 വാല്യൂസ് തരാറുണ്ട്. ഇത് വെറും റേഡിയസ് മാത്രമേ ഉള്ളൂ. റേഡിയസ് വലുതാവുന്ന റേറ്റ് തന്നിട്ടില്ല. ഓക്കെ ആണോ പറഞ്ഞത്?
അങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നിങ്ങൾ എഴുതി വെക്കുക, സർക്കിളിൻ്റെ ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം πr² ആണ്. അപ്പം dA/dr എന്ന് എഴുതണം. dA/dt അല്ല, dA/dr ആണ് ഇവിടെ ചോദിച്ചത്. ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. dA/dr ആണ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. dA/dr ആണ് ഈ കേസിൽ വരിക. മറ്റേ കേസിൽ dA/dt ആണ്. ഈ കേസിൽ dA/dr ആണ് വരിക. അത് വെറും 2πr ആണ് വരിക. ആൻസറായി. അപ്പം ഈ കേസിൽ ഇത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് ഇല്ല, ഒറ്റ വാല്യൂസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഏരിയ എന്ത് ചെയ്യുക? πr² എന്ന് എഴുതുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് dA/dr നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2πr എന്ന് ചെയ്താൽ മതി. ഇവിടെ തന്ന റേഡിയസിന് എന്ത് ചെയ്യുക? 2π കൊണ്ട് ഗുണിക്കുക. 2π ഇൻറ്റു അവിടെ തന്ന റേഡിയസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? 10π സെൻറ്റിമീറ്റർ. ആൻസറായി 10π സെൻറ്റിമീറ്റർ. അപ്പോൾ ചുമ്മാ ഇതിനകത്ത് ഒറ്റ വാല്യൂ ആണ് തന്നത്. വെറും റേഡിയസ് തന്നിട്ട് ഏരിയൻ്റെ ചേഞ്ച് ചോദിച്ചാൽ ഒന്നുമില്ല, ആ വാല്യൂവിനെ 2π കൊണ്ട് ഗുണിക്കുക. അപ്പം എന്താവും? 10π എന്നാവും. 10π സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എഴുതി വെക്കുക, വെറും റേഡിയസ് ആണ് തന്നതെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക, ഏരിയ ഈസ് ഈക്വൽ ടു πr². dA/dt അല്ല അപ്പോൾ വരിക, dA/dr ആണ്. 2πr ആണ് അപ്പോൾ വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യുക 2 ഇൻറ്റു π ഇൻറ്റു അവിടുത്തെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 2 5 10 10π സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പം ഇനി നിങ്ങൾക്ക് പൈൻ്റെ വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. 10 ഇൻറ്റു 3.14 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 31.4 സെൻറ്റിമീറ്റർ. അപ്പം ഈ കാര്യം വ്യത്യാസവും മനസ്സിലായോ? ഇതിനെന്തിനാണ് 3 മാർക്ക് കൊടുത്തതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പം 3 പാറ്റേണിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഒന്ന്, 2 വാല്യൂസ് തരും. റേഡിയസിൻ്റെ കേസിൽ 2 വാല്യൂസ്, റേഡിയസ് വലുതാവുന്ന വാല്യൂ, റേഡിയസിൻ്റെ വട്ടം വലുതാവുന്ന വാല്യൂ തരും ഒരു സെക്കൻഡൊക്കെ വെച്ചിട്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2πr ഇൻറ്റു dr/dt എന്നാണ് ഇക്വേഷൻ. dA/dt ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു dr/dt. 2 വാല്യൂസ് തന്ന് സർക്കിളിൻ്റെ കേസ് ചോദിച്ചാൽ. എഡ്ജ് ആണെങ്കിൽ എന്താണ്? വോളിയത്തിലെ ചേഞ്ചാണ് ചോദിക്കുക. dV/dt 3a² ഇൻറ്റു വക്കിലെ മാറ്റം dA/dt. അതൊന്നുമില്ല, വെറും ഒരു റേഡിയസ് തന്നിട്ട് ഒറ്റ വാല്യൂ തന്നിട്ട് ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. ഈ 3 ക്വസ്റ്റ്യനുകളും നിങ്ങൾ ഇതിനകത്ത് വ്യത്യാസം മനസ്സിലാക്കിയെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ ഇതിനകത്ത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? ഓക്കെ, അപ്പം ഇതൊന്നും നിങ്ങൾ, എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഇതുവരെ ഈ ചാപ്റ്റർ ഇതിനകത്ത് പഠിച്ചിരുന്നോ? ഇല്ല. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, ക്വസ്റ്റ്യനുകൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിനകത്ത് നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താ ചോദ്യം? എഡ്ജ് ഓഫ് എ ക്യൂബാണ്. ഒരു ക്യൂബിൻ്റെ വക്ക് കൂടുകയാണ് 4 സെൻറ്റിമീറ്റർ വെച്ച്. വക്ക് 20 ആണ്. അപ്പോൾ വക്കിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വക്കിൻ്റെ കേസിൽ ഇവിടെ തന്നെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ. അതിനെ സ്ക്വയർ എടുക്കുക. 20 ഇൻറ്റു 20 ഇൻറ്റു ഈ 4 സെൻറ്റിമീറ്റർ ആയിട്ട് ഗുണിക്കുക, ഇൻറ്റു ഒരു 3 ഗുണിക്കുക. അതായത് 3 ഇൻറ്റു a² ഇൻറ്റു വക്കിലെ മാറ്റം. അതാണ് വോളിയത്തിലെ ചേഞ്ച്. 3 ഇൻറ്റു വക്കിനെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് നമ്മൾ എഴുതണം സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇത് ഓക്കെ ആണോ? അപ്പം വക്കിലെ മാറ്റം അത്രയേ ഉള്ളൂ. വക്കിലെ മാറ്റം എന്താ ചെയ്യേണ്ടത്? വോളിയത്തിലെ മാറ്റമൊക്കെ തന്നിട്ട് ക്യൂബിൻ്റെ കേസ് ആണെങ്കിൽ വോളിയത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ആ വക്കിൻ്റെ സ്ക്വയർ അടിക്കുക, ഇൻറ്റു അവിടെ തന്ന വക്കിലെ മാറ്റം അടിക്കുക 4 dA/dt. എന്നിട്ട് ആൻസർ എഴുതുമ്പോൾ വോളി ആയതുകൊണ്ട് ക്യൂബ് എന്ന് എഴുതണം. വോളി എന്ന് പറഞ്ഞാൽ
ക്യൂബാണ്. വോളിയം എന്താണ്? സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയം എപ്പോഴും എ ക്യൂബാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡെറിവേറ്റീവ് എ സ്ക്വയർ ആയത്. ഇനി നമ്മൾ സർക്കിളിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ സർക്കിളിൽ രണ്ട് രീതിയിൽ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കിളിൽ ഒന്ന് എങ്ങനെയാണ് വന്നത്? സർക്കിള് രണ്ട് വാല്യൂസ് തരും. ഫസ്റ്റ് ഒരു രണ്ട് വാല്യൂസ് തന്ന കേസുണ്ട്, ഒരു വാല്യൂസ് തരുന്ന കേസുണ്ട്. ഇവിടെ സർക്കിളിൽ രണ്ട് വാല്യൂസ് തന്ന കേസാണ്. സർക്കിൾ വലുതാവുന്ന സർക്കിളിൻ്റെ ഏരിയയാണ് ചോദിച്ചത്. ഏരിയയിലെ ചേഞ്ച് ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. അപ്പം സർക്കിളിൻ്റെ റേഡിയസ് ഇങ്ങനെ യൂണിഫോമിലി കൂടുക എന്നൊക്കെ പറയും. വായിക്കുമ്പോൾ മനസ്സിലാവും, ഒന്നുകൂടി നല്ലോണം വായിച്ചാൽ മതി ആ ക്വസ്റ്റ്യൻ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്താണ്. സർക്കിളിൻ്റെ ഏരിയ ഈ വാല്യൂവിനെ ഈ വാല്യൂ കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 2π. അപ്പം സർക്കിളിൻ്റെ ഏരിയ dA/dt എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr ഇൻറ്റു dr/dt ആണ്. 2πr ഇൻറ്റു വട്ടത്തിൽ വരുന്ന മാറ്റം. അപ്പോൾ 2π ഇൻറ്റു അവിടെ തന്ന 15 സെൻറ്റിമീറ്റർ വട്ടം ഇൻറ്റു രണ്ട്, അതായത് ഇവിടുത്തെ രണ്ട് വാല്യൂവിനെ 2π കൊണ്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. സർക്കിളാവുമ്പോൾ ഈ വാല്യൂം 2π കൊണ്ട് ഗുണിക്കുക. ഇനി സർക്കിളിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ അപ്പോൾ ഓക്കെ അല്ലേ? ഇനി സർക്കിളിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സർക്കിളിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെറും സർക്കിള് അതിനകത്ത് വട്ടം വലുതാവുന്നൊന്നും തന്നിട്ടില്ല, വെറും ഒരു വാല്യൂ. എന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ ഏരിയ മാറുന്നത് എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഒറ്റ വാല്യൂ തന്നാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ വാല്യൂവിനെ 2π കൊണ്ട് ഗുണിക്കുക. 5 ഇൻറ്റു 2π 10π സെൻറ്റിമീറ്റർ. കാരണം ഇവിടെ സെൻറ്റിമീറ്റർ മതി. അപ്പോൾ സെൻറ്റിമീറ്റർ. അപ്പം അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതേണ്ടിയിരുന്നത്? dA/dr = 2πr. അവിടെ തന്ന 2 റേഡിയസിനെ 5 സെൻറ്റിമീറ്ററിനെ 2π കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10π സെൻറ്റിമീറ്റർ. ഒറ്റ വാല്യൂ തരുന്ന സർക്കിളിൻ്റെ ഏരിയ ചേഞ്ച് ചോദിച്ചാൽ ഇങ്ങനെയാണ്. ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ ഇത് മാറിപ്പോകണ്ട, ഇതാണ് അതിനകത്ത്. ഇനി അതിനകത്ത് പിന്നെ ഉള്ളത് നമുക്ക് അതിനകത്ത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. മാക്സിമം മിനിമം ഒക്കെ കാണുന്ന സംഭവമാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ എന്നാൽ ഇന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. അതിനകത്ത് ഇനി ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ അതിനകത്ത് ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ലീവ് ചെയ്തോളൂ കേട്ടോ.